എന്താണ് ട്രോമ ബോണ്ടഡ് റിലേഷൻഷിപ്പ്? കേട്ടിട്ടുണ്ടോ ഇത്? ശാരീരികമായും മാനസികമായും നമ്മെ ഇല്ലാതാക്കുന്ന റിലേഷൻഷിപ്പാണ്. ബോധ്യമുണ്ടായിട്ടും ആ ബന്ധം ഉപേക്ഷിച്ചു പോരാൻ കഴിയാത്ത അവസ്ഥയാണിത്. പാർട്ട്ണറിൽ നിന്ന് കിട്ടാവുന്ന അങ്ങേ അറ്റം ടോക്സിക് അനുഭവങ്ങൾ ഉണ്ടായിട്ടും അയാളുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അവളുടെ കൂടെ തന്നെ പോരുന്ന നിസ്സഹായ അവസ്ഥ, അതെല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും അതുമൂലം പാർട്ട്ണറുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും ഒതുങ്ങി അത് ശീലമാക്കി ജീവിച്ച് തീർക്കേണ്ടി വരുന്ന അവസ്ഥ. പുറമേ നിന്ന് നോക്കുമ്പോൾ മനോഹരമാണ് എന്ന് തോന്നുന്ന പല ബന്ധങ്ങളുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ ആവാം. ശ്വാസം മുട്ടി നെടുവീർപ്പിട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ ഉറക്കം വരാത്ത രാത്രികൾ പകലാക്കിയതൊന്നും ആരും അറിയാറില്ല. ആരോഗ്യകരമല്ലാത്ത ബന്ധം അല്ലായിരുന്നിട്ടും ശാരീരികമായും മാനസികമായും തന്നെ തകർത്തിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാമുകി കാമുകന്മാരോ ഭാര്യ ഭർത്താക്കന്മാരോ സുഹൃത്തുക്കളോ അങ്ങനെ ഏതൊരു ബന്ധത്തിലും ഇത്തരം ടോക്സിക്കായ ട്രോമ ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായും ഇമോഷണലായി മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ മുഴുവനായും മറ്റൊരാളിൽ അർപ്പിക്കുന്നു. അയാളോടുള്ള സ്നേഹത്തിന് അപ്പുറം മറ്റൊന്നുമില്ല എന്ന് കരുതുന്നു. അയാളെ വിട്ടുപോവുക എന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. വേദന നൽകുന്ന കാര്യവുമാണ്. അയാൾ അല്ലെങ്കിൽ അവൾ ഇല്ലാതെ തനിക്ക് മുന്നോട്ട് പോകാനാവില്ല. എത്ര വേദനിച്ചാലും അവൾ തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നവർ സ്വയം വിശ്വസിച്ചു പോകും, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കും. എത്രയേറെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചാലും വേദനിപ്പിച്ചാലും ചെറിയ ഒരു സ്നേഹപ്രകടനത്തിൽ അവർ എല്ലാം മറന്ന് സ്നേഹിക്കാൻ ആരംഭിക്കും. ആ സ്നേഹപ്രകടനത്തിന് അധികം ആയുസ്സും ഉണ്ടാകാറില്ല. വീണ്ടും പല ആവർത്തി അവരെ അത് തകർത്തുകൊണ്ടേയിരിക്കും. വീണ്ടും സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും കുത്തി നോവിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുന്നതും എല്ലാം സ്നേഹം കൊണ്ടാണ് എന്ന അന്ധമായി വിശ്വസിക്കും. ഇതാണ് ട്രോമ ബോണ്ടഡ് റിലേഷൻഷിപ്പ്. ശരിയായ കൗൺസിലിങ്ങിലൂടെ മാത്രമേ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നന്ദി, നമസ്കാരം. ഞാൻ സുനിൽ പ്രഭാകരൻ, സൈനിങ് ഓഫ്.